മലയാളികൾക്ക് അരിയാഹാരം മടുത്തോ? ചോറ് കഴിക്കുന്നത് എല്ലാവരും നിർത്തിയോ? ചോറ് കഴിക്കുക എന്നുള്ളത് പണ്ട് തൊട്ട് നമ്മൾ ശീലിച്ചു വന്ന ശീലമാണ്. പണ്ട് കാശുകാർ അല്ലെങ്കിൽ പണക്കാർ ജന്മികളായിട്ടുള്ളവർ മാത്രമാണ് രണ്ട് അരിഹാരം കഴിച്ചത്. പാവപ്പെട്ടവർക്ക് അതുപോലും കഴിക്കാനുണ്ടായില്ല. മലയാളികൾ അരിഹാരം കൺസ്യൂം ചെയ്യുന്നതിൽ വളരെയധികം കുറവ് വന്നിരിക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിന് കാരണം എന്താ? പലരും പറയുന്നത് മലയാളികൾ പാക്ഡ് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ്, ഹോട്ടൽ ഫുഡ്സ്, സ്വിഗ്ഗി, സൊമാറ്റോ ഇതിൽ നിന്നൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ ആരും ചോറ് കഴിക്കാൻ സാധ്യതയില്ല. എല്ലാവരും മന്തി, അൽഫാമൊക്കെ കഴിക്കുള്ളൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതാണ് സത്യം. അതിന് മുമ്പ് നിങ്ങൾക്ക് ചോറാണ് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ചപ്പാത്തിയാണ് ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് ഇതിന് കാരണം മലയാളികൾ കൂടുതൽ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ജിമ്മ്, യോഗ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഡയറ്റ് ഫോളോ ചെയ്ത് എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹെൽത്ത് കോൺഷ്യസോടെ ജീവിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. മലയാളികൾക്ക് അരിമടുത്തതല്ല, തലയിൽ ബോധം ഉദിച്ചു. കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കി നല്ല പ്രോട്ടീൻ റിച്ചും വിറ്റാമിൻസും നല്ല ഫൈബർ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ കഴിച്ചാൽ കുറച്ചു കാലം കൂടി കേരള മണ്ണിൽ ജീവിക്കാമെന്നുള്ള വിവേകം മലയാളികൾക്ക് വെച്ചു തുടങ്ങി. വെറും കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞ അരിഭക്ഷണവും അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങളും 4 നേരവും തിന്ന് കുടവയറും വെറുപ്പിച്ച് ഫാറ്റി ലിവറും ഷുഗറും മറ്റു അസുഖങ്ങളും കൊണ്ടു നടക്കുമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കും മലയാളികൾ അരിയാഹാരം കുറച്ച് തുടങ്ങിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പറയുക.